आज की हिंदी कक्षा में सभी को स्वागत है। ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും स्वागतम। महादेवी वर्मा द्वारा रचित रेखा चित्र सोना हिरणी। पिछले कक्षा में हमने पढ़ा कि सोना हिरणी महादेवी वर्मा की और छात्रावास की छात्राओं के साथ दोस्ती पैदा करती है। सोना हिरणी को छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था। महादेवी वर्मा के प्रति भी उसकी स्नेह प्रदर्शन कई प्रकार थे। बाहर खड़े होने पर वो सामने या पीछे से छलांग लगाती और महादेवी वर्मा के सिर के ऊपर से दूसरी ओर निकल जाती। देखने वालों को ये भय प्रतीत होते थे, लेकिन वह अपने पैरों को सिकोड़कर छलांग मारती थी। पशुओं को पालने से मानव की कई गुण हैं। वो से स्नेही या संगी बन जाता है जो मनुष्य के एकांत शून्य को भर देता है। जब वो यानी मनुष्यों ने जब क्रोध दिखाते हैं पशुओं पर, तब भी वो बदले में हमें प्यार ही करते हैं। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സോന ഹിരണി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറുന്നു. സോന ഹിരണിക്ക് കുട്ടികളെയാണ് ഏറ്റവും ഇഷ്ടം. അവരൊത്ത് കളിക്കാനാണ് ഏറ്റവും കൂടുതൽ സോന ഹിരണി ഇഷ്ടപ്പെടുന്നത്. അതുപോലെ മഹാദേവി വർമ്മയോട് ഉള്ള കാണിക്കുന്ന സ്നേഹം ഒരു പ്രത്യേക രീതി ഉണ്ട്. പിന്നിൽ നിന്നും മുന്നിലേക്ക് കുതിച്ച് ചാടുകയും അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് പേടിയൊക്കെ തോന്നും. പക്ഷേ സോന ഹിരണി തൻ്റെ കാലുകൾ ഒക്കെ ചുരുക്കി വെച്ചിട്ടാണ് ഈ കുതിച്ച് ചാടുന്നത് നമ്മുടെ മഹാദേവി വർമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ. അങ്ങനെയാണ് മഹാദേവി വർമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നാം മനുഷ്യർ മൃഗങ്ങളെ സ്നേഹിക്കുമ്പോൾ അവ തിരിച്ചും നമ്മെ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നു. നമ്മുടെ ഏകാന്തതയും നമ്മുടെ ക്രോധവും ഒക്കെ നമുക്ക് ഒരു നിമിഷം മറക്കാൻ അവയുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിൽ അവ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മറക്കാൻ സാധിക്കും. നാം അവയോട് ക്രോധം കാണിക്കുകയാണെങ്കിൽ തന്നെ തിരിച്ച് അവ നമ്മെ നിറഞ്ഞ കണ്ണുകളോടെ നമ്മളെ നോക്കി നിൽക്കുകയല്ലാതെ നമ്മൾ ഒന്നും ചെയ്യില്ല. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ചലത്തെ ഹേ ആഗെ കി ഓർ. हमने पढ़ा, यदि मनुष्य दूसरे मनुष्य से केवल नेत्रों से बात कर सकता तो बहुत से विवाद समाप्त हो जाते, परंतु प्रकृति को ये अभिष्ट नहीं रहा होगा. ഇവിടെ മഹാദേവി വർമ്മ പറയുകയാണ്, മനുഷ്യർ പരസ്പരം കണ്ണോട് കണ്ണ് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. പരന്തോ പ്രകൃതിക്കോ യേ അഭിഷ്ട നഹി രഹാ ഹോഗ. ചിലപ്പോൾ പ്രകൃതി നിയമം അതായിരിക്കില്ല, പ്രകൃതിക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. മനുഷ്യൻ്റെ ക്രൂരതയും, മനുഷ്യൻ പരസ്പരം യുദ്ധം ചെയ്യുന്നു, സ്വാർത്ഥ ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ലുകൂടുന്നു. പക്ഷെ അതൊന്നും നമുക്ക് മൃഗങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കില്ല. നാം മൃഗങ്ങളോട് കാണിച്ചാൽ പോലും മൃഗങ്ങൾ തിരിച്ച് നമ്മെ ഒന്നും ചെയ്യാറുമില്ല. संभवतः इसी से मनुष्य वाणी द्वारा परस्पर किए गए आघातों और सार्थक शब्द बार से अपने प्राणों पर इन भाषाहीन जीवों की स्नेह तरल दृष्टि का चंदन लेप लगाकर स्वस्थ और अस्वस्थ होना चाहता है. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും മനുഷ്യർ തൻ്റെ അർത്ഥവത്തായ ആ ശബ്ദഭാരം അല്ലെങ്കിൽ
താൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കൊണ്ട് പലർക്കും ആഘാതമുണ്ടായിട്ടുണ്ടാകും. ആ ആഘാതത്തിൽ നിന്നൊക്കെ ഈ ഭാഷ അറിയാത്ത അല്ലെങ്കിൽ ഭാഷയില്ലാത്ത ഈ ജീവികളുടെ, ഈ ജന്തുക്കളുടെ സ്നേഹത്തിൻ്റെ കോമളമായ കാഴ്ചപ്പാടിൽ ഉള്ള ഈ ചന്ദന ലേപം, ഈ കാഴ്ചയുടെ ഈ നമ്മുടെ ഈ മൃഗങ്ങളുടെ സ്നേഹം എന്ന ആ ചന്ദന ലേപം പുരട്ടി മനുഷ്യർ ആരോഗ്യവാനും ആശ്വാസവാനും ആകാൻ ആഗ്രഹിക്കുന്നു. इसी से मनुष्यवाणी द्वारा परस्पर किए गए പരസ്പരം നമ്മൾ വാക്കുകൊണ്ട് പലരെയും ആഘാതം ഏൽപ്പിക്കുന്നു. ആഘാതം ഒരു സാർത്ഥക ശബ്ദ ബാർസെ, ആ ശബ്ദം ഭാരം കൊണ്ട് അപ്പനെ പ്രാണോപ്പർ ഇൻ ഭാഷാഹീൻ ജീവോं की, നമ്മുടെ ആ പ്രാണം, ആ ശരീരത്തിൽ, ആ പ്രാണനിൽ നമ്മൾ ആഘാതം പരസ്പരം ഏൽപ്പിച്ച ആ പ്രാണനിൽ, മനുഷ്യൻ്റെ ആ ശരീരത്തിൽ ഭാഷാഹീൻ, ഭാഷയില്ലാത്ത ഈ ജീവികളുടെ സ്നേഹമാകുന്ന ഈ ലേപനം, ചന്ദന ലേപനം പുരട്ടി ആരോഗ്യവാനും ആശ്വാസവാനും ആകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. सरस्वती वाणी से ध्वनित प्रतिध्वनित कण्णव के आश्रम में ऋषियों, ऋषि पत्नियों, ऋषि कुमार कुमारिकाओं के साथ मूग अज्ञान मृगों की स्थिति भी अनिवार्य है. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, സരസ്വതി മന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ആശ്രമം ധ്വനിത് പ്രതിധ്വനിത് കണ്ണവയ്ക്ക് ആശ്രമം, കണ്ണവ മഹർഷിയുടെ ആശ്രമത്തിൽ ഋഷി മുനിമാരുടെ ഭാര്യമാർ, കുമാരന്മാർ, കുമാരികൾ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഈ സൈലൻ്റ് ആയിട്ടുള്ള ഈ മൂഗ് അജ്ഞാന മൃഗോം കി സ്ഥിതി ബി, അവരുടെ അടുത്തു നമുക്ക് ഈ മാൻകൂട്ടങ്ങളെ, മാൻപേടകളെ കാണാൻ സാധിക്കും. അത് അനിവാര്യമാണ്. പണ്ടുകാലത്ത് മുനിമാർ അവരുടെ ആശ്രമങ്ങളിൽ നമുക്ക് ഒരുപാട് മാൻകൂട്ടങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. मंत्रपोध कुटियों के द्वार को निहार कर चाहने वाले मृग रूंद लेते हैं. മന്ത്രം കൊണ്ട് നിറഞ്ഞ കുടിലുകളുടെ ദ്വാർക്കു, ആ വാതിലുകൾ, ദ്വാർ എന്ന് പറഞ്ഞാൽ വാതിലാണ്, നിഹാർക്കൺ ചഹനെ വാലെ മൃഗ്, അവരുടെ ഈ തുഷാര ബിന്ദു പോലെയുള്ള അവരുടെ നോട്ടവും അവരുടെ പ്രസൻസും അതിനെയൊക്കെ റൂന്തിലേത്തെ, അതിനെയൊക്കെ തടയുന്നു. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മോക്ഷം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആശ്വാസം നമുക്ക് മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാനിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പണ്ട് മുതലേ, ആശ്രമമുള്ള കാലം മുതലേ विदा लेती हुई शकुंतला का गुरुजनों के उपदेश आशीर्वाद से भोजिल अंचल उसका अपथ्यवद पालिद मृगचौന താം लेता है. അതുപോലെ തന്നെ മഹാകവി കാളിദാസൻ്റെ വിശ്വവിഖ്യാത നാടകമായ അഭിജ്ഞാത ശാകുന്തളത്തിലെ ശകുന്തളയെക്കുറിച്ചും അതുപോലെ ദുഷ്യന്തൻ രാജാവിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ വിരഹവും പ്രണയവും. അങ്ങനെ ശകുന്തള विदा लेती हुई शकुंतला का गुरुजनों के उपदेश आशीर्वाद से भोजिल अंचल उसका अपथ्यवद पालिद मृगचौന ताम लेता है.
ഗുരുജനങ്ങളുടെയും മറ്റും ഉപദേശവും ആശീർവാദവും ഒക്കെ വാങ്ങി ശകുന്തള പോകുന്ന സമയത്ത് ശകുന്തള എടുത്തു വളർത്തിയ മൃഗച്ചോന എന്ന് പറഞ്ഞാൽ മാൻകുട്ടി അവരെ പിടിക്കുന്നു. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന മഹാകവി കാളിദാസൻ്റെ നാടകത്തിലെ വിഖ്യാതമായ നാടകത്തിലെ ഒരു സംസ്കൃത ശ്ലോകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ കാര്യം പറയുന്നുണ്ട്. शकुंतला के प्रश्न करने पर कि कौन मेरा अंजल खींच रहा है कण्णव कहते हैं. അങ്ങനെ അവർ വിട പറഞ്ഞ് അല്ലെങ്കിൽ വിട लेती हुई शकुंतला अपने गुरुजनों के उपदेश आशीर्वाद से जाते समय एक मृगचौना एक हिरण की बच्चा उसे पकड़ता है और पूछता है कि मेरा अंजल कौन खींच रहा है. तब കണ്ണവ് കേത്തെ ഹെ. അപ്പോൾ കണ്ണവ് പറയുന്നു, ഈ കണ്ണവ മഹർഷിയുടെ ആശ്രമത്തിലാണ് ശകുന്തള വളർന്നത്. അപ്പോൾ കണ്ണവ മഹർഷി പറയുകയാണ് ശകുന്തളയോട്, कुश के खांडे से जिसका मुँह छिद जाने पर तो उसे अच्छा करने के लिए हिंगोट का तेल लगाती थी, जिसे तूने मुट्ठी भर भर सावा के धानों से पाला है, जो तेरे निकट पुत्रवध है वही तेरा मृग तुझे रोक रहा है. നിന്നെ തടയുന്നത് വേറെ ആരുമല്ല, നീ കറുകപ്പുല്ല്, കുഷുക്കെ കാണ്ടെ എന്ന് പറഞ്ഞാൽ കറുകപ്പുല്ല് അല്ലെങ്കിൽ ദർഭപ്പുല്ല് എന്ന് പറയും, ഒരു തരം മുള്ളുള്ള പുല്ലാണ്. അത് തട്ടി മുറിവേറ്റ മാൻകുട്ടിയെ നീ തൈലമൊക്കെ പുരട്ടി, ഇങ്കോടുക്ക തേൽ എന്ന് പറഞ്ഞ ഒരു തരം തൈലമാണ്, അതൊക്കെ പുരട്ടി, അതുപോലെ കൈ നിറച്ച് മുട്ടി ഭർ സാവാക്കെ ധാനോ സെ പാലാ ഹെ, ഒരു തരം അന്നമാണ് സാവ, അന്നമൊക്കെ നൽകി അതിനെ വളർത്തി, പുത്രനെ പോലെ വളർത്തി. ആ മാനാണ് നിന്നെ തടയുന്നത്. അതായത് ഇവിടെ ശകുന്തള വീട് വിട്ട് അല്ലെങ്കിൽ ആശ്രമം വിട്ട് പോവുകയാണ്. അപ്പോൾ പോകരുത് എന്ന രീതിയിലാണ് അവിടെ മാൻകുട്ടി തടയുന്നത്. അത്രയ്ക്കും സ്നേഹബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. साहित्य ही नहीं, लोकगीतों की मर्मस्पर्शिता में भी मृगों का विशेष योगदान रहता है. സാഹിത്യത്തിൽ മാത്രമല്ല, ഇത് ഇത്രയും കാര്യം പറഞ്ഞത് സാഹിത്യത്തിലെ കാര്യമാണ്. ലോകഗീതങ്ങളിലും നമ്മളെ ഹൃദയസ്പർശിയായിട്ടുള്ള മാനിൻ്റെ ഈ കാര്യങ്ങൾ, മാനുമായി ബന്ധപ്പെട്ട ഒരുപാട് നമ്മളെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് മാൻ സാഹിത്യത്തിലും ലോകഗീതങ്ങളിലും മറ്റും. पशु मनुष्य के निरच्छल स्नेह से परिचित रहते हैं, उनकी ऊंची नीची सामाजिक स्थितियों से नहीं. ये सत्य मुझे सोना से अनायास प्राप्त हो गया. മൃഗങ്ങൾ മനുഷ്യൻ്റെ മറയില്ലാത്ത, നിറച്ചൽ എന്ന് പറഞ്ഞാൽ മറയില്ലാത്ത ഒഴുകുന്ന സ്നേഹം, അതുമാത്രമാണ് അവർക്കറിയുന്നത്. അവർക്കറിയാവുന്ന കാര്യം അതുമാത്രമാണ്. അല്ലാതെ ഉനിക്ക് ഊഞ്ചി നീച്ചി സാമാജിക സ്ഥിതിയല്ല, സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും മൃഗങ്ങൾക്കറിയില്ല, മനുഷ്യൻ്റെ ഉയർന്നവനാണോ താഴ്ന്നവനാണോ എന്നൊന്നും. ഈ സത്യം എനിക്ക് മനസ്സിലായത് സോനയിൽ നിന്നാണ്, महादेवी वर्मा की. अनेक विद्यार्थियों की भारी भरकम गुरुजी से सोना का क्या लेना देना था. ഈ കുട്ടികളൊക്കെ, ഈ ഹോസ്റ്റലിലുള്ള കുട്ടികളെയൊക്കെ കൂട്ടുകാരാക്കി കൊണ്ട് നടക്കുന്നത് ഒന്നും നേടാനല്ല സോന. अनेक विद्यार्थियों की भारी भरकम गुरुजी से सोना का क्यों लेना देना था. ഒരുപാട് വിദ്യാർത്ഥികളുടെ ആധിക്യമുള്ള, ഭാര്യ വർക്കം എന്ന് പറഞ്ഞാൽ ആധിക്യമാണ്, ഒരുപാട്. അവരിൽ നിന്നൊന്നും സോനയ്ക്ക് ഒരു നേട്ടവും ഇല്ല. അവർ സ്നേഹിക്കുന്നു, തിരിച്ച് അതേ സ്നേഹം അവർക്കും കൊടുക്കുന്നു. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. धन्यवाद.